നോട്ട് പ്രതിസന്ധി അവസാനിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ട 50 ദിവസം തീരാൻ ഇനി 5 ദിവസം മാത്രം ബാക്കി. ഡിസംബർ 30 അടുത്തിട്ടും പ്രധാന നഗരങ്ങളിലെ ബാങ്കുകളിൽ പോലും ആവശ്യത്തിന് നോട്ടുകളില്ല. പ്രതിസന്ധി 6 മാസം കൂടി തുടരുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. തുടർ സമര പരിപാടികൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ പാർട്ടികൾ സംയുക്ത യോഗം ചേരും. കോൺഗ്രസ് പാർലമെന്റ് മാർച്ച് നടത്തി. ഡിസംബർ 30-നകം നോട്ട് നിയന്ത്രണം അവസാനിക്കുമെന്നും ബാങ്കുകളിലും എടിഎമ്മുകളിലും ആവശ്യത്തിന് നോട്ടുകൾ എത്തിക്കുമെന്നുമായിരുന്നു സർക്കാർ വാഗ്ദാനം. എന്നാൽ സർക്കാർ ആവശ്യപ്പെട്ട സമയം തീരാൻ 5 ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രധാന നഗരങ്ങളിലെ ബാങ്കുകളിൽ പോലും നോട്ടുകൾ എത്തിയിട്ടില്ല. നോട്ട് നിയന്ത്രണം കുറഞ്ഞത് മാർച്ച് ആദ്യവാരം വരെയെങ്കിലും തുടരേണ്ടി വരുമെന്ന് ചെയർപേഴ്സൺ അരുന്ധതി ഭട്ടാചാര്യ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി തീരുമാനിച്ചു. തുടർ സമരപരിപാടികൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം 27-ന് ദില്ലിയിൽ യോഗം ചേരും. മമതാ ബാനർജി, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. ഇതിനിടയിൽ 2 ലക്ഷം രൂപയിലധികം കറൻസി വഴി നടത്തുന്ന എല്ലാ ഇടപാടുകൾക്കും നിയന്ത്രണം ശക്തമാക്കാൻ ധനമന്ത്രാലയം തീരുമാനിച്ചു. ഇനി മുതൽ 2 ലക്ഷത്തിന് മുകളിൽ കറൻസി വഴി ഒറ്റത്തവണ നടത്തുന്ന ഇടപാടുകളെല്ലാം ആദായനികുതി വകുപ്പിന്റെ അനുമതിയോടെയാകണം. അതേസമയം സഹാറ ബിർള ഗ്രൂപ്പിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോടികൾ കോഴ കൈപ്പറ്റിയെന്ന ആരോപണത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് പാർലമെന്റ് മാർച്ച് നടത്തി. എന്നാൽ ധീരമായ തീരുമാനങ്ങളിൽ നിന്ന് സർക്കാർ ഒളിച്ചോടാറില്ലെന്നും സ്റ്റാർട്ടപ്പുകൾക്കും പുതിയ വ്യവസായങ്ങൾക്കും ഡിജിറ്റൽ ചുവടുവയ്പ് പ്രചോദനമായെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈയിൽ പറഞ്ഞു. ഡിസംബർ 30-നകം നോട്ട് പ്രതിസന്ധിക്ക് പരിഹാരമാകില്ലെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്ക് ഇനി സർക്കാർ എന്ത് മറുപടി നൽകും ഡിസംബർ 30-ന് ശേഷവും എന്നാണ് കണ്ടറിയേണ്ടത്. ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ചടയമംഗലത്ത് കരോൾ ഗീതം പാടിയ കുട്ടികളെ RSS പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. കരോൾ ഗീതത്തിന് പകരം മറ്റ് ഭക്തിഗാനം പാടണമെന്നും ഭീഷണിപ്പെടുത്തി മർദ്ദനമേറ്റ കുട്ടികളെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജ്കുമാർ ചേരുന്നു വിവരങ്ങളുമായി. രാജ്കുമാർ, സംഭവം എന്താണ്? ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് ഈ സംഭവം നടന്നത്. ചടയമംഗലം യുവാ ക്ലബിന്റെ പ്രവർത്തകരും അംഗങ്ങളുമാണ് യുവാക്കളും കുട്ടികളും അടങ്ങുന്ന സംഘം കരോൾ ഗീതം പാടി മുന്നോട്ട് പോയത്. ഈ സമയം കുറ്റിമുക്കിൽ വെച്ച് ജയൻ എന്നയാൾ അവരെ വീട്ടിനുള്ളിലേക്ക് ഈ കരോൾ സംഘം നയിച്ച വിദ്യാർത്ഥികളെ ഉള്ളിലേക്ക് വിളിക്കുകയായിരുന്നു. വീടിനുള്ളിൽ ചെന്നപ്പോൾ ഇവരോട് വീണ്ടും കരോൾ ഗീതം പാടണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് തങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ക്രിസ്ത്യാനികളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ കുട്ടികൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നിങ്ങളല്ലല്ലോ കരോൾ ഗീതം പാടേണ്ടത്, അവരല്ലേ, എന്നാൽ നിങ്ങൾ മറ്റ് ഗാനങ്ങൾ പാടിയ ഭക്തിഗാനങ്ങൾ പാടിയാൽ മതി എന്ന് പറഞ്ഞ് അവരെ വെച്ച് ആക്ഷേപിക്കാനും പരിഹസിക്കാനും ശ്രമിച്ചു. ഇതിനെ തുടർന്ന് കുട്ടികൾ ഇതിനെ എതിർത്തത് അവരെ പ്രകോപിതരാക്കുകയും മദ്യലഹരിയിലായിരുന്ന RSS സംഘം കുട്ടികളെ അവിടെ വെച്ച് മർദ്ദിച്ചു എന്നാണ് കുട്ടികൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും പരിക്കേറ്റ വിദ്യാർത്ഥികളെ ഇപ്പോൾ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിഷ്ണു, നസീം, അബ്ദുള്ള, അമൃതേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. അതേസമയം ജയകുമാർ, ജയപ്രകാശ്, വൈഷ്ണവ്, കൃഷ്ണകുമാർ, ചന്ദ്രൻ തുടങ്ങിയവരാണ് തങ്ങളെ മർദ്ദിച്ചതെന്ന് കുട്ടികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. രാജ്കുമാർ, അസഹിഷ്ണുത അതിന്റെ ഏറ്റവും പ്രകടമായ രീതിയിൽ കൂടി വരുന്ന ഒരു കാഴ്ച കൂടിയാണ്. കാരണം ക്രിസ്മസ് കാലമാണ്. കരോൾ ഗാനങ്ങൾ പാടി സാധാരണ ഇവിടെ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകം കൂടിയാണ് നമ്മുടെ നാട്. ഇത്തരത്തിൽ എല്ലാ മതത്തിൽപ്പെട്ടവർ പോലും ഇത്തരത്തിൽ കരോൾ സംഘങ്ങളോടൊക്കെ സഹകരിച്ച് ഗാനങ്ങൾ ആലപിക്കുകയും അത്തരത്തിൽ ഈ ക്രിസ്മസ് ഘോഷയാത്രകളോടൊക്കെ പങ്കെടുക്കുക ചെയ്യുന്ന കൂടിയാണ് നമ്മുടെ നാട്ടിൽ കാണാറുള്ളത്. അതിനെയൊക്കെ തുരങ്കം വയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം കൂടിയാണോ നടന്നിരിക്കുന്നത്? തീർച്ചയായും ഈ സംഘം മദ്യലഹരിയിലായിരുന്നു. അത് ഒരുപക്ഷെ അതുകൂടി ഇതിനൊരു ആക്കം കൂട്ടി എന്ന് വേണം നമുക്ക് വിശ്വസിക്കാൻ. ഇന്നലെ 7:30 സംഭവം നടന്നതായി കുട്ടികൾ പറയുന്നത്. ഇവർ യുവാ ക്ലബിന്റെ പ്രവർത്തകർ കൂടിയാണ്. ഇവരില് 2 പേർ ഹിന്ദുക്കളും 2 പേർ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ 4 പേർ അടങ്ങുന്ന വിദ്യാർത്ഥികൾ. ഇവർ കരോൾ ഗീതം നയിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ജയൻ എന്നയാൾ, അദ്ദേഹത്തിന്റെ പേര് ജയകുമാർ എന്നാണ്, RSS പ്രവർത്തകനാണ്. ഇയാൾ വീടിനുള്ളിലേക്ക് ഇവർ ക്ഷണിക്കുകയായിരുന്നു. തുടർന്ന് മദ്യലഹരിയിലായിരുന്ന ഇവർ വീണ്ടും കുട്ടികളോട് പാട്ടുപാടാൻ ആവശ്യിക്കുകയും ഇവരെ കൊണ്ട് 2-3 തവണ പാടിപ്പിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇവരുടെ മതങ്ങളെ കുറിച്ച് നിങ്ങൾ ഏതു മതത്തിൽപ്പെട്ടവരാണെന്ന് അന്വേഷിക്കുകയും നിങ്ങൾ എന്തിന് ഈ പാട്ടുകൾ പാടുന്നു, നിങ്ങൾ ഈ പാട്ടുകളല്ല പാടേണ്ടത് എന്ന് ആക്രോശിച്ചുകൊണ്ട് ഇവരെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയുമായിരുന്നു. അതിനെ തുടർന്നുള്ള പ്രകോപനത്തിലാണ് ഇവർ കുട്ടികളെ മർദ്ദിച്ചത് എന്നാണ് കുട്ടികൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാജ്കുമാർ, അതിലെ മദ്യത്തിന്റെ കാര്യം നമുക്ക് മാറ്റി നിർത്താം. കാരണം എന്തെന്ന് വെച്ചാൽ മദ്യലഹരിയിലാണെങ്കിൽ പോലും ക്രിസ്ത്യാനികളല്ലാത്ത നിങ്ങൾ എന്തിനു വേണ്ടി ക്രിസ്ത്യൻ ഗീതങ്ങൾ പാടുന്നു? നിങ്ങൾ പാടേണ്ടത് മറ്റ് നിങ്ങളുടെ മതത്തിൽപ്പെട്ട ഭക്തിഗാനങ്ങളാണ് എന്ന് പറയുമ്പോൾ അതിലെ വർഗീയപരമായ മതപരമായ ചേരിതിരിവ് വളരെ വലിയ തോതിൽ തന്നെ പ്രകടമാണ്.
തീർച്ചയായും ആ കുട്ടികളെ കൊണ്ട് അത് അങ്ങനെ കരോൾ ഗീതം മാത്രമല്ല പാടിപ്പിച്ചത്, പിന്നീട് ഹിന്ദുഭക്തി ഗാനങ്ങൾ പാടണം എന്ന് പറഞ്ഞ് അത് പാടിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം അവർ അത് പിന്നീട് ആ കുട്ടികളെ ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർക്ക് മർദ്ദനമേറ്റു എന്നുള്ളതാണ് നമുക്ക് ഈ കുട്ടികളുടെ പരാതിയിൽ നിന്ന് ബോധ്യമാവുന്നത്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം തന്നെ അവിടെ 375 കുട്ടികളാണ് പൊള്ളാച്ചിയിൽ ഒരു സ്കൂളിൽ പഠിക്കുന്നത്. അവിടെ 375 കുട്ടികളിൽ ഒരു കുട്ടി മാത്രമാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടത്. അതുകൊണ്ട് ക്രിസ്മസ് ആഘോഷം പാടില്ല എന്ന് ചൂണ്ടിക്കാട്ടി അവിടെ ഹിന്ദു മുന്നണി പ്രവർത്തകർ പ്രതിഷേധിക്കുകയും തുടർന്ന് ആ സ്കൂൾ അധികൃതർ ക്രിസ്മസ് ആഘോഷം വേണ്ടെന്ന് വെച്ച ഒരു സംഭവം വരെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായി. അതിന്റെ തുടർച്ച എന്നോണം ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിലും അത് സംഭവിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. സംഘപരിവാർ സംഘടനകൾ നിരന്തരമായി ഇത്തരം കാര്യങ്ങൾ ഇവിടെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ ഒരു തുടർ സംഭവം കൂടിയാണ് ഇന്നലെ ചടയമംഗലത്തുണ്ടായ ഈ 4 വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും അവരെ കൊണ്ട് ബോധപൂർവം കരോൾ ഗീതം പാടരുത് എന്ന് ആക്രോശിച്ചുകൊണ്ട് നിങ്ങൾ ആ മതവിഭാഗത്തിൽ പെട്ടതല്ല എന്ന് ഒരു മതവിവേചനം വരുത്തുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം RSS ഭാഗത്തുനിന്ന് ഉണ്ടായത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സമീപകാലത്ത് നമ്മൾ ഒരുപാട് കണ്ടതാണ്. ഇപ്പോൾ പൊള്ളാച്ചിയിലെ കാര്യം പറഞ്ഞതുപോലെ ഈ സംഘപരിവാർ ശക്തികൾ എത്ര തുറന്നിടപെടുകയാണ്, അതായത് സമൂഹത്തിലേക്ക് അവരുടെ വർഗീയപരമായ ചിന്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് തുറന്നിടപെടുന്ന ഈ കാഴ്ചകൾ സമീപകാലത്താണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണങ്ങൾ കൂടിയാണ് ഈ സമീപകാലത്ത് ഹിന്ദു സംഘടനകൾ ഇത്തരത്തിൽ നിരവധി പ്രവർത്തനങ്ങളുമായി എത്തുന്നത്. വർഗീയപരമായ ചേരിതിരിവ് സൃഷ്ടിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടിരുന്നു. അതിന്റെയൊക്കെ ഒരു വശത്ത് RSS സംഘടനകളും എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവതരമായ കാര്യം. തീർച്ചയായും ഇപ്പോൾ നോട്ട് പ്രതിസന്ധിയെ തുടർന്ന് ക്രിസ്മസ് ആഘോഷം പോലും ഒരു പ്രതിസന്ധിയിലൂടെയാണ് ആ മതവിഭാഗത്തിൽപ്പെട്ട ഓരോ കുടുംബാംഗങ്ങളും കടന്നുപോകുന്നത്. എങ്ങനെയാണ് ആഘോഷിക്കുക തുടങ്ങിയ അതുപോലുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അവരെ മുഴുവനും വേദനിപ്പിക്കുന്ന ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ കരോൾ ഗീതം പാടിയതിൽ ഒരു ക്രിസ്ത്യാനി പോലും ഇല്ല എന്നുള്ളിടത്താണ് ഇതിന്റെ മതനിരപേക്ഷതയുടെ വലിയ ഒരു ഒരു മുഖമുദ്രയും അവിടെ വെളിവാക്കപ്പെടുന്നത്. അതിലെ ക്ലബ് അംഗങ്ങളിൽപ്പെട്ടവരിൽ ഇതിൽ ഈ 4 പേർക്കാണ് മർദ്ദനമേറ്റത്. മറ്റു കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിലും സംഘത്തിലൊന്നും ക്രിസ്ത്യാനി ഇല്ല എന്നുള്ളതാണ് ഈ RSS പ്രവർത്തകരെ അതിൽ പ്രകോപിതരാക്കിയതും അവരിത് ചോദ്യം ചെയ്തുകൊണ്ട് കുട്ടികളെ ഇതിൽ നിന്ന് വിലക്കാൻ ശ്രമിച്ചത്. തുടർന്നാണ് കുട്ടികൾ അത് ചോദ്യം ചെയ്തപ്പോഴാണ് മർദ്ദനം. അതിൽ ഒരു കുട്ടിയുടെ മുതുകത്ത് ചവിട്ടിയതിനെ തുടർന്ന് കുട്ടി 2 അടിയോളം മുന്നിൽ തെറിച്ചു വീണ സംഭവം ഉണ്ടായി എന്ന് കുട്ടികൾ തന്നെ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അവർക്കിപ്പോൾ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കടക്കൽ SI തിരുവനന്തപുരത്തേക്ക് പോയി തിരികെ വരുന്ന യാത്രാവധിയാണ് ഇപ്പോൾ. അദ്ദേഹം നിലവിൽ FIR ഇട്ട് കേസെടുത്തിട്ടുണ്ട്. വന്നാൽ ഉടൻ തന്നെ പ്രതികൾക്കെതിരെയുള്ള നടപടികളും അറസ്റ്റ് ഉൾപ്പെടെയുള്ളതും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കടക്കൽ SI നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, രാജ്കുമാറാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് കരോൾ ഗീതം പാടിയതിന് കുട്ടികൾക്ക് മർദ്ദനവും ഭീഷണിയും RSS പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. അതിന്റെ വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. സഹകരണ ബാങ്കുകൾക്കും തനിക്കെതിരെയും ഉയർന്ന കുപ്രചരണങ്ങൾക്ക് മറുപടിയുമായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. സഹകരണ ബാങ്കുകളുടെ കാര്യത്തിൽ ഏത് അന്വേഷണത്തെയും സർക്കാർ നേരിടും. സംസ്ഥാനത്തെ സഹകരണ ബാങ്കിൽ നിന്നും 1 രൂപയുടെ കള്ളപ്പണം പോലും കണ്ടെത്തിയിട്ടില്ല. തന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ശ്രീവത്സനുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കടകംപള്ളി വ്യക്തമാക്കി. സഹകരണ ബാങ്കുകൾക്കെതിരെ സംസ്ഥാനത്ത് BJP നടത്തുന്ന കുപ്രചരണങ്ങൾക്ക് ചില മാധ്യമങ്ങളും കൂട്ടുനിൽക്കുന്നു. സഹകരണ ബാങ്കുകളിലെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായി സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഏതു തരത്തിലുള്ള അന്വേഷണത്തെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾക്കില്ല. ഈ കടകംപള്ളി ബാങ്ക് പോലും KYC മാനദണ്ഡം പാലിച്ചാണ് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത്. മിക്കവാറും എല്ലാ ബാങ്കുകളും അങ്ങനെ തന്നെയാണ്. ഏത് രൂപത്തിലുള്ള പരിശോധനയെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നത് അതുകൊണ്ടാണ്. കടകംപള്ളി സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായ തേജോവധമാണ് തനിക്കെതിരെ നടക്കുന്നത്. തന്റെ കുടുംബത്തിൽ 50,000 രൂപ നിക്ഷേപിക്കാൻ ആവതുള്ള ആരുമില്ല. വസ്തുതകൾ പരിശോധിക്കാതെയും മനസ്സിലാക്കാതെയുമാണ് വാർത്തകൾ നൽകുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. കടകംപള്ളി എന്ന പേരാണ് BJPയെ വലിയ തോതിൽ അസ്വസ്ഥമാക്കുന്നത്. എന്നെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഒരു 50,000 നിക്ഷേപിക്കാൻ ശേഷിയുള്ള ആളില്ല. അതങ്ങ് മനസ്സിലാക്കിക്കോ. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ വ്യക്തിപരമായി ഒരു തേജോവധം, അതാണ് യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിക്കുന്നത്. മലപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും കള്ളപ്പണം കണ്ടെത്തിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. പുത്തൻ തലമുറ ബാങ്കുകളെ സഹായിക്കാനുള്ള BJPയുടെ ശ്രമമാണിതെന്നും മന്ത്രി പറഞ്ഞു. സഹകരണ മേഖലയിലെ ക്രമവിരുദ്ധമായ ഒരു പ്രവർത്തനത്തെയും സർക്കാർ ന്യായീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പേഴ്സണൽ സ്റ്റാഫ് അംഗം ശ്രീവത്സന്റെ കാര്യത്തിലും മന്ത്രി മറുപടി നൽകി. ശ്രീവത്സൻ
ഒരു ആക്സിഡന്റിൽ പെട്ടു. ശ്രീവത്സന് പ്രവർത്തിക്കാനായിട്ട് കുറേ നാളുകളായിട്ട് വരാൻ പറ്റുന്നില്ല. അത്തരം ഒരു പശ്ചാത്തലത്തിൽ ശ്രീവത്സനോട് തന്നെ നമ്മൾ ചോദിച്ചു, എന്താ വേണ്ടത്, നിങ്ങൾക്ക് ഇനിയിപ്പോൾ പഴയതുപോലെ വരാൻ വേണ്ടി സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ ശ്രീവത്സൻ പറഞ്ഞു, ഒഴിവാക്കിയാലും തിരക്കേടില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഒഴിവാക്കിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രി പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ യോഗം വിളിച്ചതിൽ യാതൊരു അസ്വാഭാവികതയുമില്ലെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഞ്ചേരി ബേബി വധക്കേസിൽ മന്ത്രി എം എം മണി സമർപ്പിച്ച വിടുതൽ ഹർജി കോടതി തള്ളി. തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രനെയും CITU നേതാവ് AK ദാമോദരനെയും കേസിൽ പ്രതി ചേർക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം കോടതി അംഗീകരിച്ചു. അഞ്ചേരി ബേബി വധക്കേസിൽ വൈദ്യുതി മന്ത്രി എം എം മണി സമർപ്പിച്ച വിടുതൽ ഹർജിയാണ് കോടതി തള്ളിയത്. മണിക്കൊപ്പം ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ച CPIM ജില്ലാ സെക്രട്ടറി KK ജയേന്ദ്രൻ, CITU മുൻ ജില്ലാ സെക്രട്ടറിയായിരുന്ന AK ദാമോദരൻ എന്നിവരെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ കോടതി ഉത്തരവിട്ടു. KK ജയേന്ദ്രൻ, AK ദാമോദരൻ എന്നിവർ യഥാക്രമം 5ഉം 6ഉം പ്രതികളായാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത മാസം 24-ന് കേസ് പരിഗണിക്കുമ്പോൾ എല്ലാ പ്രതികളും കോടതിയിൽ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ച കോടതി സ്വാധീനത്തിന് വഴങ്ങിയില്ലെന്ന് തെളിയിച്ചതായി വാദിഭാഗത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പ്രതികരിച്ചു. എന്നാൽ വിധിയെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് പ്രതിപട്ടികയിൽ ചേർക്കപ്പെട്ടവരും വ്യക്തമാക്കി. കോടതി വിധി ഒരു കോടതി താഴെ ഒരു കോടതി വിധിച്ചു എന്നോർത്തൊന്നും എനിക്കൊരു ബേജാറുമില്ല. ഇനിയും കോടതികളില്ലേ, നിയമമുണ്ട്. നിയമപരമായും രാഷ്ട്രീയമായും ഈ കേസിനെ മുമ്പ് മുതൽ ഞങ്ങൾ നേരിടുന്നതാണ്. ഇനിയും ഞങ്ങൾ നേരിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോടതി വിധി എന്ന് പറയുന്നത് അതിന്റെ വിശദാംശം ഞാൻ കണ്ടില്ല. കണ്ടതിന് ശേഷം മാത്രമേ അതിന്റെ വിശദാംശങ്ങൾ പറയാൻ കഴിയുള്ളൂ. എന്തായാലും കോടതിയുടെ വിധിക്ക് അപ്പീൽ കൊടുക്കും. അതിനെതിരായ വിധിയെ ഉപരികോടതിയിൽ ചോദ്യം ചെയ്യും. കോടതിയെ ഞങ്ങൾ സമീപിക്കും. 2012-ൽ എം എം മണി നടത്തിയ മണക്കാട് പ്രസംഗത്തെ തുടർന്നുണ്ടായ കേസിലാണ് സുപ്രധാന വിധി ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. എം എം മണിക്കെതിരെ നടക്കുന്നത് വ്യാജ പ്രചരണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മണി MLA ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കേസാണിത്. മന്ത്രിയായ ശേഷം പുതിയ കേസുകളൊന്നും ഉണ്ടായിട്ടില്ലെന്നും കോടിയേരി പറഞ്ഞു. MLA ആയതിനു ശേഷമുണ്ടായ ഒരു കേസോ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള പുതിയൊരു കേസോ അല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിൽ എം എം മണി രാജിവെക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന് യാതൊരുവിധ അടിസ്ഥാനവുമില്ല. ഇത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു പ്രചരണം മാത്രമാണ്. അഞ്ചേരി ബേബി വധക്കേസിൽ വിടുതൽ ഹർജി തള്ളിയ സാഹചര്യത്തിൽ എം എം മണി മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് VM സുധീരനും രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. അദ്ദേഹം അധികാരത്തിൽ തുടരുന്നത് ഒട്ടും ശരിയല്ല. എത്രയും വേഗത്തിൽ തന്നെ മന്ത്രിസ്ഥാനം രാജിവെക്കണം. രാജിവെച്ചില്ലെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. അദ്ദേഹത്തിന്റെ വിടുതൽ ഹർജി തള്ളിയതിന്റെ അടിസ്ഥാനം അദ്ദേഹം പ്രതിയാണിപ്പോൾ വിചാരണ നേരിടാൻ പോകും. സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി കൊലക്കേസിൽ വിചാരണ നേരിടുമ്പോൾ, പ്രതിയായി വിചാരണ നേരിടുമ്പോൾ എങ്ങനെ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാൻ കഴിയും? മുഖ്യമന്ത്രി അടിയന്തരമായി അദ്ദേഹത്തെ ഒന്നുകിൽ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജി വാങ്ങണം. ദേശീയ സംസ്ഥാന പാതയോരത്തെ മദ്യശാലകൾ മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികൾ ബിവറേജസ് കോർപ്പറേഷൻ ആരംഭിച്ചു. പാലക്കാട് കൊടുവായൂരിലെ ബെവ്കോ ഔട്ട്ലെറ്റ് ഏത്തന്നൂരിലേക്ക് മാറ്റി. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ 110 മദ്യവിൽപ്പനശാലകൾ ഒരു മാസത്തിനകം മാറ്റി സ്ഥാപിക്കുമെന്ന് ബെവ്കോ അധികൃതർ അറിയിച്ചു. ദേശീയ സംസ്ഥാന പാതകളിൽ പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പനശാലകൾക്ക് സുപ്രീം കോടതി നിരോധനം ഏർപ്പെടുത്തിയതോടെയാണ് ബീവറേജസ് കോർപ്പറേഷൻ നടപടികൾ ആരംഭിച്ചത്. ബെവ്കോയുടെ 270 മദ്യവിൽപ്പന കേന്ദ്രങ്ങളിൽ 110 മാറ്റി സ്ഥാപിക്കണം. പാലക്കാട് കൊടുവായൂരിലുള്ള ഔട്ട്ലെറ്റ് കഴിഞ്ഞ ദിവസം ഏത്തന്നൂരിലേക്ക് മാറ്റി. മറ്റിടങ്ങളിൽ ആവശ്യമായ സ്ഥലം കണ്ടെത്താൻ ഉദ്യോഗസ്ഥർക്ക് ബീവറേജ് കോർപ്പറേഷൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. പ്രാദേശികമായി ഉയരുന്ന എതിർപ്പൊഴിവാക്കി അനുയോജ്യമായ സ്ഥലം കണ്ടെത്താനുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഒരു മാസത്തിനകം എല്ലാ ഔട്ട്ലെറ്റുകളും മാറ്റിസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് ബെവ്കോ അധികൃതർ. കൺസ്യൂമർ ഫെഡിന്റെ 36 മദ്യവിൽപ്പന കേന്ദ്രങ്ങളിൽ പകുതിയിലേറെയും മാറ്റിസ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനുള്ള നടപടികളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. കൂടാതെ 400ഓളം ബിയർ വൈൻ പാർലറുകളെയും 10 പഞ്ചനക്ഷത്ര ഹോട്ടലുകളെയും സുപ്രീം കോടതി വിധി ബാധിക്കും. ഇവർക്ക് ഇവ മാറ്റിസ്ഥാപിക്കുക എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ബിയർ വൈൻ പാർലറുകൾക്ക് പൂട്ടുവീഴാനാണ് സാധ്യത. ദേശീയ സംസ്ഥാന പാതയോരത്ത് പ്രവർത്തിക്കുന്ന മദ്യശാലകൾക്ക് 2017 മാർച്ച് 31 ശേഷം ലൈസൻസ് പുതുക്കി നൽകരുതെന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.
കോടതി വിധി നടപ്പാക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് എക്സൈസ് മന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. APL BPL വ്യത്യാസമില്ലാതെ എല്ലാവർക്കും റേഷൻ വിതരണം ചെയ്യണമെന്ന് മന്ത്രി G. സുധാകരൻ. ആലപ്പുഴയിൽ ദേശീയ ഉപഭോക്തൃ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. റേഷൻ വിതരണം അട്ടിമറിക്കാൻ നിക്ഷിപ്ത താൽപര്യക്കാർ ശ്രമിക്കുന്നുവെന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു. പൊതുമരാമത്ത് വകുപ്പ് റോഡിന്റെ നവീകരണ പ്രവൃത്തി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മാസങ്ങളായി കരാറുകാരൻ കൂലി നൽകുന്നില്ലെന്ന് പരാതി. ഇതിൽ പ്രതിഷേധിച്ച തൊഴിലാളികളെ മർദ്ദിച്ചതായും ആരോപണം. കാസർഗോഡ് ജില്ലയിലെ ഉപ്പള കന്യാന റോഡിന്റെ നവീകരണ പ്രവൃത്തി ചെയ്യുന്ന തൊഴിലാളികൾക്കാണ് ഈ ദുരനുഭവം. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള പൊതുമേഖലാ സംരംഭമായ റിഗ് നവീകരണ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളതാണ് കാസർഗോഡ് ജില്ലയിലെ ഉപ്പള കന്യാന റോഡ്. പൂനെ ആസ്ഥാനമായ സ്വകാര്യ നിർമ്മാണ കമ്പനിയാണ് റിഗിൽ നിന്നും റോഡിന്റെ നവീകരണ പ്രവൃത്തിയുടെ ടെൻഡർ ഏറ്റെടുത്തിട്ടുള്ളത്. വടക്കേന്ത്യയിൽ നിന്നുള്ളവരാണ് കമ്പനിയുടെ ബഹുഭൂരിപക്ഷം തൊഴിലാളികളും. കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ തങ്ങൾക്ക് കമ്പനി കൂലി നൽകുന്നില്ലെന്ന് തൊഴിലാളികൾ പറഞ്ഞു. मैंने अक्टूबर को ज्वाइनिंग किया, नवंबर गया, मैं पैसा मांगते रहा हूँ मगर नहीं दे रहे, कोई कुछ बोलने भरोसा देते आज कराएंगे काल कराएंगे. मेरा अकाउंट क्लियर हो गया ICICI बैंक का, मतलब कोई देने के लिए बोल रहे भरोसा देते मगर नहीं देते. मेरा घर पे बहुत तकलीफ है, खाने के लिए भी ऐसे भी तकलीफ है मगर कोई कुछ बोलते नहीं और बोले तो कुछ कोई जवाब नहीं मिलता है हमको. ഇതിനിടെ കൂലി നൽകാത്തതിൽ പ്രതിഷേധിച്ച ചില തൊഴിലാളികളെ കമ്പനിയുടെ ജീവനക്കാരായ മേൽനോട്ടക്കാർ മർദ്ദിച്ചതായും തൊഴിലാളികൾ പറഞ്ഞു. गणपति साहब मारा है उसको, वो पैसा के बारे में सोचा है इसलिए वो थोड़ा गुस्सा आ गया, वो मार दिया ऐसा उधर. कारण पैसा के लिए सर, वो हम लोग पैसा के बारे में मांगता है तो चुप, ऐसा धमकी दे रहा है सर. हम लोग 3 महीना हो गया आने के, एक भी पैसा घर में भेजा नहीं सर. ഈ തൊഴിലാളികൾ അസംഘടിതരായതിനാൽ വല്ലാത്ത ദുരിതം അനുഭവിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്നാണ് പീഡനം പുറംലോകമറിയുന്നത്. കൂലി കിട്ടിയാൽ നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ഒരുങ്ങിയാണ് തൊഴിലാളികൾ. ഇവർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള താമസ സൗകര്യത്തെക്കുറിച്ചും പരാതിയുണ്ട്. എന്നാൽ നോട്ട് പിൻവലിക്കുന്നതിനെ തുടർന്നുള്ള പ്രതിസന്ധിയാണ് ഇവർക്ക് കൂലി നൽകുന്നതിന് തടസ്സമായതെന്ന് കമ്പനി പ്രതിനിധികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇന്ത്യയിൽ ഉപഭോക്തൃ നിയമം നടപ്പിലാക്കിയിട്ട് 3 പതിറ്റാണ്ട് പൂർത്തിയാകുമ്പോഴും ഉപഭോക്തൃ ഫോറങ്ങളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്ന് വിവരാവകാശ രേഖകൾ. 3 മാസത്തിനകം തീർപ്പ് കൽപ്പിക്കണമെന്നിരിക്കെ നിരവധി പരാതികളാണ് വർഷങ്ങളായി തീർപ്പാകാതെ കെട്ടിക്കിടക്കുന്നത്. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി 1986 ഇന്ത്യയിൽ ഉപഭോക്തൃ നിയമം നടപ്പിലാക്കി തുടങ്ങിയത്. രാജ്യം ഇന്ന് ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുമ്പോൾ ഇതുവരെയുള്ള ഉപഭോക്തൃ ഫോറങ്ങളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ല എന്നാണ് വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നത്. ദേശീയ സംസ്ഥാന കമ്മീഷനുകളിലും ജില്ലാ ഫോറങ്ങളിലുമായി 45,66,475 പരാതികൾ ലഭിച്ചതിൽ 4,385 ഇപ്പോഴും തീർപ്പ് കാത്തുകിടക്കുന്നുണ്ട്. പരാതികളിൽ 90 ദിവസത്തിനകം നടപടി സ്വീകരിക്കണമെന്നിരിക്കെ ഈ പരാതികളിൽ മിക്കതും വർഷങ്ങളായി കെട്ടിക്കിടക്കുന്നവയാണ്. അഡ്വക്കേറ്റ് DB ബിനു. ഉപഭോക്തൃ ഫോറങ്ങൾ ജനങ്ങളുടെ കോടതികളാണ്. അത് സമയബന്ധിതമായി തീർപ്പാക്കിയാൽ മാത്രമേ അതിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭ്യമാകൂ, ആ നിയമത്തിന്റെ ലക്ഷ്യം സാർത്ഥകമാകൂ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥ ഇപ്പോഴും ഉപഭോക്തൃ കോടതികളുടെ മുമ്പിൽ കാണാൻ കഴിയും. ഈ അവസ്ഥയാണ് ഉപഭോക്താക്കളെ കോടതികളിൽ നിന്നും ഒഴിവാക്കുന്നതിന്റെ അല്ലെങ്കിൽ അകറ്റുന്നതിന്റെ പ്രധാനമായ കാരണം. മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ ഉപഭോക്തൃ ഫോറങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെട്ടതാണ്. സംസ്ഥാന കമ്മീഷനിൽ 28,948 പരാതികൾ ലഭിച്ചതിൽ 2,222 ഇനി തീർപ്പ് കാത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വ്രതശുദ്ധിയുടെ 41 ദിവസത്തിന് പരിസമാപ്തി കുറിച്ച് ശബരിമല മണ്ഡലപൂജയ്ക്കായി ഒരുങ്ങി. 25-ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയും 26-ന് മണ്ഡലപൂജയും നടക്കും. ഉച്ചയ്ക്ക് 12-നും 12:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ. 41 ദിവസത്തെ മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ചുള്ള മണ്ഡലപൂജ 26-ന് നടക്കും. ഉച്ചയ്ക്ക് 12-നും 12:15-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായുള്ള എല്ലാ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായി വരുന്നു. തന്ത്രി ഖണ്ഡര് രാജീവർ. മണ്ഡലപൂജ ഈ ഡിസംബർ 26 ഉച്ചയ്ക്ക് 12-നും 12:15-നും ഇടയിലാണ് നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഡിസംബർ 25-ന് തിരുവിതാംകൂർ മഹാരാജാവ് നടക്കി വെച്ച തങ്കയങ്കി ചാർത്തി ദീപാരാധന, അതൊരു വിശേഷാൽ പൂജ തന്നെയാണത്. 22-ന് ആറന്മുളയിൽ നിന്നും തിരിച്ച തങ്കയങ്കി ഘോഷയാത്ര നാളെ പമ്പയിൽ എത്തിച്ചേരും. തുടർന്ന് സന്നിധാനത്തെത്തിക്കുന്ന തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. 26-ന് രാവിലെ 10 മണിയോടെ മണ്ഡലപൂജയ്ക്കുള്ള ചടങ്ങുകൾ ആരംഭിക്കും. അന്നേ ദിവസം ഉച്ചയ്ക്ക് മണ്ഡലപൂജയ്ക്ക് ശേഷം രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കും. തുടർന്ന് മകരവിളക്ക് പൂജകൾക്കായി 30-ന് വൈകിട്ട് 5 മണിക്ക് നട വീണ്ടും തുറക്കും. ന്യൂസ് ബ്യൂറോ, ശബരിമല.